Hi everyone, welcome back to our channel. നമ്മളൊന്ന് കൂന്തളിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കൂന്തളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കിയിട്ടും കട്ട് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്കുള്ള മസാല ഒക്കെ റെഡിയാക്കുന്നവരെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി പോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല. ഒരു ചെറിയുള്ളി എടുത്തിട്ട് നടുമുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-20 എണ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലും ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ പിന്നീടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉണക്കമുളകും ഈ ഉള്ളി എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കൂന്തൾ ഇട്ട് കൊടുക്കുക. കൂന്തളിൽ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കാരണമാണ് മസാലയിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഈ കൂന്തളും മസാലയൊക്കെ കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ മസാലയിലും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കൂന്തളിലും ഉള്ളതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു കപ്പിൽ 1 കപ്പ് അതിൻ്റെ പുളിവെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളി നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, പക്ഷേ പുളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കൂടുതലൊന്നും ചേർക്കേണ്ട, ഒരു നാരങ്ങ വലുപ്പത്തിലെടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചതല്ലേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക, എരിവനുസരിച്ച്. പിന്നെ ഇതിലേക്ക് ഒരു നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം എരിവ് ഉണ്ടാവില്ലല്ലോ, നിറം ഉണ്ടാവും ചെയ്യും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കൂന്തളിന് അധികം വേവൊന്നും ഇല്ലാത്ത കാരണം കൂടുതൽ സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കൂന്തൾ വേവാവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ പുളിയുടെ വെള്ളവും എല്ലാം കൂടി ഒന്ന് ഈ കൂന്തളിൽ നന്നായിട്ട് പിടിച്ചു വരുന്ന ഒരു സമയം. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത്, ഏകദേശം 1 കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ ഈ തേങ്ങ ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് ആവണത്. അതുപോലെ തന്നെ ഇത് കൂടുതൽ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സെമി ഗ്രേവി ടൈപ്പ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചോറിൻ്റെ ഒപ്പം വേറൊരു കറിയും വേണ്ട, ഈ ഒരു കൂട്ട് മതി നമുക്ക് കഴിക്കാൻ. എന്നിട്ട് ഈ തേങ്ങ ചിരവിതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിലേക്കുള്ളത്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് എടുത്താലും മതി.
നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കൂടുതൽ ഡ്രൈ ആക്കരുത്, ഈ ഒരു ടൈപ്പ് ആക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. നമ്മൾ സാധാരണ കൂന്തൽ കൊണ്ട് റോസ്റ്റ് മറ്റുള്ള വിഭവങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.